നാരായണ ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവത മഹാപുരാണം. പാലാഴി മഥനം കഴിഞ്ഞ് അമൃത് കിട്ടി. അത് മോഹിനിയായിട്ട് ചെന്നിട്ട് വിതരണം ചെയ്തു. ദേവന്മാർക്ക് മാത്രം കൊടുത്തു, അസുരന്മാർക്ക് കൊടുത്തില്ല. അപ്പോൾ തമ്മിൽ ഒരു യുദ്ധത്തിനുള്ള കാരണമായി. ആ യുദ്ധത്തിൽ എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ്. മഥനം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും ഒരേപോലെ പ്രയത്നിച്ചു. ഈശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മമായതുകൊണ്ട് ദേവാദികൾക്ക് അതിൻ്റെ ഗുണഫലത്തെ കിട്ടി. സ്വാർത്ഥപരമായിട്ട് ചെയ്തതുകൊണ്ട് അസുരന്മാർക്ക് അതിൻ്റെ ഫലത്തെ കിട്ടിയില്ല. അതേപോലെ ഭഗവാൻ തന്നെ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നും എല്ലാ ദേവീദേവന്മാരും ത്രിമൂർത്തികൾ ഒഴികെ പരസ്പരം യുദ്ധം ചെയ്യുന്ന സമയത്ത് മായായുദ്ധം അതിഗംഭീരമായിട്ട് നടക്കുന്ന സമയത്ത് വിഷ്ണു അവിടെ പരിപൂർണതമനായിട്ട് 8 കൈകളോട് കൂടിയിട്ട് പ്രത്യക്ഷമായി അതിതേജസ്വിയായിട്ട്. ഭഗവാൻ ആ സമയത്ത് ഈ ഇന്ദ്രാദി ദേവന്മാർക്ക് വധിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാലനേമി തൊട്ടുള്ള ആൾക്കാരെ, അസുരന്മാരെ വധിച്ചു. അങ്ങനെ ആ യുദ്ധത്തെ ദേവന്മാർ മാത്രമേ വിജയിക്കൂ എന്ന രീതിയിലാക്കി തീർത്തതിൻ്റെ ശേഷം യുദ്ധം ഇനി ദേവന്മാർ ജയിക്കൂ എന്ന നിലയ്ക്ക് ആക്കിയിട്ട് ഭഗവാൻ ഒന്ന് മറഞ്ഞു. വീണ്ടും അസുരന്മാരുടെ നാശം മാക്സിമം അതിനി നശിക്കുകയുള്ളൂ. ആ മട്ട ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഭഗവാൻ നാരദനെ പറഞ്ഞയച്ചു. അപ്പം നാരദൻ ഇടയ്ക്ക് വന്ന് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൻ്റെ ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ വരണത്, ഭഗവാൻ പറഞ്ഞിട്ടില്ലെന്നല്ല, ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ വരണത്. മാത്രമല്ല ഇപ്പോൾ ശുക്രാചാര്യർക്ക് മൃതസഞ്ജീവനി വിദ്യയുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം ഇങ്ങനെ തുടരുക എന്നല്ലാതെ കണ്ട് സമ്പൂർണ്ണ വിരാമം വരില്ല. ദേവന്മാർക്ക് അമൃത കിട്ടിയത് കൊണ്ട് അവർ പൂർണ്ണമായിട്ടും നശിക്കില്ല. അപ്പോൾ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ നാശമാണ് ഈ യുദ്ധം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് യുദ്ധം നിർത്തണം. അങ്ങനെ നാരദൻ പറഞ്ഞ് യുദ്ധം നിർത്തി. ബലി മരിച്ചു പോയിരുന്നു, ഇന്ദ്രനാൽ വധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ബലി തൊട്ടുള്ള സാത്വികരായിട്ടുള്ള ആളുകളെ മുഴുവൻ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ശുക്രാചാര്യരെ വീണ്ടും ജീവിപ്പിച്ചു. അന്ന് നല്ലവരായിട്ടുള്ള ആളുകളെ മാത്രമേ ജീവിപ്പിച്ചുള്ളൂ എന്ന് പ്രത്യേകം ഭാഗവതം പറയുന്നുണ്ട്. അതേപോലെ ഓജസ്സോ തേജസ്സോ നഷ്ടം വരാതെ കണ്ട അമൃത് ദേവന്മാർക്ക് ഉപകാരമാവുകയും ചെയ്തു. ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കുമായിട്ട് കൊടുക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ഈ വിവരങ്ങളൊക്കെ മഹാദേവൻ ഉണർന്ന സമയത്ത് നാരദൻ അവിടെ വന്ന് മഹാദേവനോട് പറഞ്ഞു. പാലാഴി മഥനം കഥ മുഴുവനും പറഞ്ഞതിന് ശേഷം മോഹിനിയായിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ ആ മോഹിനി അവതാരം ഇതുവരെ കണ്ടിട്ടില്ല മഹാദേവൻ. ഇപ്പം നാരദൻ പോയ സമയത്ത് പാർവതിയെ വിളിച്ചു. ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോട് കൂടിയിട്ട് ഞാനും ഉണ്ട് എന്നായി പാർവതി. പാർവതി പുറപ്പെട്ടപ്പോൾ സുബ്രഹ്മണ്യനും ഉണ്ട്, ഗണപതിയും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം എല്ലാവരും കൂടി പോവുക എന്നായി, കുടുംബസമേതം. അപ്പോൾ പാർഷദന്മാരും മറ്റേ ഭൂതഗണങ്ങളും ഒക്കെ ഉണ്ടാവും. അത് വ്യംഗ്യമാണ്, പറഞ്ഞിട്ടില്ല. എല്ലാവരും ഉണ്ടാവും. കാരണം ഈ ലീല കാണാൻ വേണ്ടിയിട്ടേ ഓരോരുത്തരായിട്ട് ഒളിച്ചും പതുങ്ങിയും പാത്തും 4 പുറ എത്തി നടത്തും. വൈകുണ്ഠത്തിലെത്തി എല്ലാവർക്കും. പിന്നെ ശിവൻ്റെ ഒപ്പം ആകുമ്പോൾ അതൊക്കെ ചെല്ലാൻ പെർമിഷനും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ചെന്നു. വൈകുണ്ഠത്തിൻ്റെ അകത്തേക്ക് ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും കൂടിയിട്ട് പ്രവേശിച്ചു. വേണ്ട രീതിയിൽ സ്വീകരിച്ചു. ലക്ഷ്മിയും അതേപോലെ തന്നെ വേണ്ട രീതിയിലൊക്കെ സ്വീകരിച്ചു. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ കുറച്ച് നേരം ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. എന്തൊക്കെയാ സ്തുതി ചോദിച്ചാൽ മുഴുവൻ നിശ്ചയില്ല, കാരണം മുഴുവൻ പറയാൻ എളുപ്പമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് ദുഃഖമില്ലാത്തവരാണ്. ഇപ്പൊ മഹാദേവൻ ദുഃഖിച്ചാ വന്നത്, മോഹിനി അവതാരം കണ്ടില്ല എന്നതാണ് ദുഃഖം. അപ്പോൾ
ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് ദുഃഖരഹിതരാണ്. ഈ പ്രപഞ്ചം അങ്ങ് തന്നെയാണെങ്കിലും വേദാന്തികള്, മീമാംസകര്, സാഖ്യന്മാര്, ഋഷികള്, യോഗികള് എല്ലാവരും ഭഗവാനെ ഓരോരോ തരത്തിൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ വേദാന്തികൾ ബ്രഹ്മം എന്ന് പറയണു, മീമാംസകർ ധർമ്മം എന്ന് പറയണു, സാഖ്യന്മാർ പുരുഷോത്തമൻ എന്ന് പറയണു, ഋഷികൾ 9 ശക്തികൾക്കും ഉടമയാണ് എന്ന് പറയണു, യോഗികൾ സ്വതന്ത്രമായിട്ടുള്ള പരമാത്മാവാണ് അങ്ങെന്ന് പറയണു. ഈ പ്രകൃതിയും പുരുഷനും ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത എന്ന് ഭാഗവതം തുടക്കത്തിൽ പറയണു. അപ്പോൾ ഭഗവാനെ എങ്ങനെയാണ് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അത്ര എളുപ്പമല്ല. വിമല, ഉത്കർഷിണി, ജ്ഞാന, ക്രിയ, യോഗ, പ്രഹ്വി, സത്യ, ഈശാന, അനുഗ്രഹ എന്ന 9 ശക്തികൾ ദേവിഭാഗവതം ദുർഗാദേവിയുടെ 9 ശക്തികളായിട്ട് പറയുന്നുണ്ട്. മൂലപ്രകൃതിയുടെ ശക്തികളായിട്ടാണ് ദുർഗാദേവിയുടെ ശക്തി എന്ന് പറയുന്നത്. ദുർഗാദേവി എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛയായിട്ടാണ് പറയാറ്. മഹത്തത്വമാണ് ഞാൻ എന്ന് അമ്മ തന്നെ പറയുന്നുണ്ട്. ദുർഗ എന്നുള്ളത് മൂലപ്രകൃതി, അതാണ്. ദുർഗാം ദേവിയും ശരണമഹം പ്രപദ്യേ. എല്ലാവരും ഭജിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ്, മൂലമന്ത്രമാണ്, സ്തുതി മന്ത്രമാണ്. അനവധി പ്രത്യേകതകളുണ്ട് ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിന്. നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദുർഗാം ദേവിയും ശരണമഹം പ്രപദ്യേ. ഞാൻ ദുർഗാം ദേവിയെ ശരണം പ്രാപിക്കുന്നു. അത് അക്ഷരലക്ഷം, ഇപ്പം 12 ലക്ഷമൊക്കെ കഴിയുകയാണെച്ചാൽ അതിൻ്റേതായുള്ള ഫലങ്ങളുണ്ട്. നമ്മൾ സ്വയമേവ ഒരു ദിവസം കൊണ്ട് ജപിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്രമേണയായിട്ട് ജപിച്ചോളാം. കൂടുതൽ സംഖ്യ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ജപിച്ച് പിന്നെ അതിന് എന്താ കുഴപ്പമെച്ചാൽ എല്ലാ സമയത്തും പറ്റില്ല ജപിക്കാൻ. അതിന് സമയക്രമമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരമാവധി 9 മണി വരെയൊക്കെയാണ്. ആദ്യത്തെ യാമം കഴിഞ്ഞാൽ പിന്നെ ജപിക്കരുതെന്നാ. ഇപ്പോൾ 8:30 കഴിഞ്ഞാൽ നിർത്തണം എന്ന് പറയും. ആ മന്ത്രത്തിൻ്റെ ശക്തി അത്രയാണ്. വാച്യാർത്ഥത്തിൽ അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അക്ഷരങ്ങൾക്ക് ഓരോന്നിനും പ്രത്യേകം അർത്ഥമുണ്ടെന്ന് പറഞ്ഞു തരാം. അത് സ്വരങ്ങളായിട്ട് കൂടിച്ചേരുമ്പോൾ പ്രത്യേക അർത്ഥമാണ്. ഇപ്പം ദകാരത്തിന് ദു എന്നാണ് വരിക, ദുകാരം. നമ്മൾ ദു എന്നുള്ളത് മുഴുവൻ പോണേ എന്നുള്ള അർത്ഥത്തിലാണ്. ഗകാരം ജ്ഞാനവാചകമാണ്, ഗാകാരം ഗമനാണ്. ദുർഗാം ജ്ഞാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ എർഗാരം ഇരുട്ടാണ്. ഈ ദുഷിച്ചതായിട്ടുള്ള ഇരുട്ടിനെ ജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തിലൂടെ ഗമിക്കുന്നത് കൊണ്ട് എന്നൊക്കെയാണ് ദുർഗാം എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ ദുർഗാദേവി എന്ന് മാത്രമേ സ്മരിക്കാറുള്ളൂ. അപ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ സ്വരത്തിനും അർത്ഥങ്ങളുണ്ട്. അത് അറിഞ്ഞിട്ട് ജപിക്കുമ്പോഴാണ് പൂർണ്ണ ഫലം കിട്ടുക. ദേവീം എന്നുള്ളതിൻ്റെ ദിവ ധാതു പ്രകാശം എന്നതാണ്. ആ പ്രകാശ സ്വരൂപിണിയായിട്ടുള്ള മൂലപ്രകൃതിയായിട്ടുള്ള ഭഗവത് ഇച്ഛയെ ദുർഗാം ദേവീം ശരണം. ശം എന്നുള്ളത് ശകാരം, സുഖം എന്നാണ് അർത്ഥം. രകാരം എന്നുള്ളത് മാനസിക ശാരീരികമായിട്ടുള്ള വിഷമതകളെ എന്നുള്ള അർത്ഥത്തിലാണ്. അതിനെ കത്തിക്കണമെന്നാ. നകാരം ഭഗവാനാണ്. ആ മുറുക്കം അത് ഭഗവതിയാണ്. പുരുഷനും ഭഗവതി രണ്ടും കൂടി ചേർന്നാണ് ശരണം. പ്രപദ്യേ എന്നാണ്. എത്രത്തോളം പകാരങ്ങളെ മുഴുവൻ ഒഴിവാക്കാൻ സാധിക്കും അതാണ് പ്ര. പകാരം പുണ്യപാപങ്ങളെ, ഭ എന്നുള്ളത് അതിൻ്റെ ഫലം, ബ എന്നുള്ളത് ബന്ധം, ഭ എന്നുള്ളത് ഭയം, മ എന്നുള്ളത് മൃത്യു. അതിനെ മുഴുവൻ, ഈ പവർഗങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ പറ്റില്ല. ഈ ബ്രഹ്മമാകുന്ന അഗ്നിയുടെ സഹായം ഇല്ലാതെ കൊണ്ട് പറ്റില്ല. അതിന് ദ യേ
യകാരം സഖ്യമാണ്. ഏകാരം നമ്മളങ്ങോട്ട് സമർപ്പിക്കുകയാണ്. എത്രയെന്നുള്ളതല്ല, മുഴുവൻ എന്നതാണ്. ഏകാരം എന്നുള്ളത് മേൽച്ചുണ്ട് കീഴ്ച്ചുണ്ട് എന്നതാണ്. അപ്പം നമ്മൾ ലോഭം, ലജ്ജ, അതിൽ ലജ്ജയാണ് ഏകാരം. അപ്പം ലജ്ജ വിട്ടുകൊണ്ട് മറ്റൊരു തെറ്റ് ചെയ്യിക്കാതെ ഇരിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ പവർഗങ്ങളെ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് മഹാദേവിയായിട്ടുള്ള ദുർഗാദേവിയെ, മൂലപ്രകൃതിയെ, ഈശ്വരേച്ഛയെ, മഹത്തത്വമാകുന്ന ഈ ജീവൻ ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനപ്രകാശം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഈ ചീത്തകൾ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവതിയെ ആശ്രയിക്കുന്നു, ഭഗവാനിലെത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ദുർഗാദേവിയും ശരണമഹം പ്രപദ്യേ എന്ന ആ മൂലമന്ത്രത്തിൻ്റെ അക്ഷരങ്ങളുടെ അർത്ഥം. ഇത് ഡിക്ഷണറി നോക്കിയിട്ട് കിട്ടിയിട്ടുള്ള അർത്ഥമാണ്. ഇതല്ലാതെ കണ്ട് അതിന് എത്ര അർത്ഥമുണ്ട് നമുക്കറിയില്ല. അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് എന്താണ് മന്ത്രം വളരെ ഗഹനമാണ്. എത്രയോ ആളുകൾ എത്രയോ തവണ ഉരുവിട്ടതായിട്ടുള്ള ഈ മന്ത്രം ഇങ്ങനെയൊക്കെ അർത്ഥം എടുത്തിട്ടുണ്ടാവുമോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇല്ല എന്നാണ് എനിക്ക് പരിചയമുള്ള പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹം ഓരോരുത്തരിലേക്കും എത്തിക്കുക. അതാണ് ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കണം. കുറേ തിരഞ്ഞെടുത്താലേ കിട്ടുള്ളൂ, കുറേ കൂട്ടിച്ചേർത്താലേ കിട്ടുള്ളൂ. നമ്മൾ കൂട്ടിച്ചേർക്കുക എന്താ? പൊടിപ്പും തൊങ്ങലായിട്ട് കൂട്ടിച്ചേർക്കാറും ലൗകികമായിട്ടുള്ള ദോശയും ഇഡ്ഡലിയാണ് കൂട്ടുക. മദ്യവും പെണ്ണും കൂട്ടും. അപ്പം അതിൽ തോന്നിയാസങ്ങളൊക്കെയാണ് വരിക. അത് ശരിയല്ല. ആ പൊടിപ്പും തൊങ്ങലല്ല വേണ്ടത്. ഞാൻ ഒരാളോട് കൂടെ ഇരിക്കുന്ന ഒരാളോട് തെറ്റിയത് അതുകൊണ്ടാണ് ഒക്കെ പറയും, നല്ല വൃത്തിയായിട്ട് പറയും. പക്ഷെ ചെയ്യുന്നത് മുഴുവൻ ഇതേപോലത്തെ വിപരീതങ്ങളാണ്. ഇതേപോലത്തെ ഞാൻ പറഞ്ഞ വിപരീതമല്ല, ഞാൻ അവരോട് തെറ്റി. അങ്ങനെ തെറ്റിയിട്ടുള്ളൂ. എൻ്റെ കൂടെ വന്നല്ല എല്ലാവരോടും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായിട്ടേ ഞാൻ തെറ്റിയിട്ടുള്ളൂ. അവർ പറയുന്നതും ചെയ്യുന്നതും ശരിയല്ല എന്ന് ഞാൻ വേറെ ആരും കേൾക്കാതെ കൊണ്ട് പറയാറുണ്ട്. ഇപ്പോൾ പ്രഭാഷണത്തിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ടാവണ്ട. ഇപ്പോൾ പറഞ്ഞു പറഞ്ഞതിൻ്റെ സാരം എത്രയേ ഉള്ളൂ. നാരദൻ അവിടെ വന്ന് യുദ്ധം നിർത്തിയത് ഈ കാരണം പറഞ്ഞിട്ടാണ്. ഈശ്വരേച്ഛയ്ക്ക് വിപരീതമായിട്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കൂട്ടിയാൻ പറ്റില്ല. അതുകൊണ്ട് യുദ്ധം നിർത്തിക്കോളൂ. ഒരു പക്ഷേ കൽപ്പകാലം വരെ നിങ്ങൾ യുദ്ധം ചെയ്താലും ഈ യുദ്ധം തീരില്ല. പിന്നെ ഒന്നിച്ച് അനന്തൻ്റെ ആ അഗ്നിയിൽ രണ്ടു കൂട്ടം ദഹിക്കേണ്ടി വരും. ഇതാണ് കാരണമായിട്ട് പറഞ്ഞത്. അപ്പം അതിന് കാരണമുണ്ടായത് എന്താ? ഈ മോഹിനി അമൃത് കട്ടതാണ് കാരണം, എന്നിട്ട് ദേവന്മാർക്ക് കൊടുത്തതാണ് കാരണം. അപ്പോൾ ആ മോഹിനി രൂപം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതെനിക്ക് കാണണം എന്ന് മഹാദേവൻ പറഞ്ഞു. കാരണം ഈ ശക്തികളെല്ലാം കൂടി ചേർന്നതാണല്ലോ ഈ മോഹിനി രൂപം. വിമല ഉത്കർഷിണി ജ്ഞാന ക്രിയ യോഗ പ്രഹ്വി സത്യ ഈശാന അനുഗ്രഹ ചേർന്നതാണല്ലോ ഈ രൂപം. അതുകൊണ്ട് അതൊന്ന് കാണണം, എന്നിട്ട് ഭഗവാന്റെ പ്രീതി നേടണം എന്നതാണ്. ഇത് കണ്ട ഭഗവാന്റെ പ്രീതി ഒടുക്കതാണ്. ഭഗവാന്റെ പ്രീതി അനുഗ്രഹമാണ്. ഇനിയും മായ അങ്ങേ ബാധിക്കില്ല എന്ന. അപ്പം ശിവൻ പറഞ്ഞു, ഞാനും അങ്ങയുടെ മായയിൽപ്പെട്ടവനാണ്. അങ്ങയുടെ ഈ മായ മുഴുവൻ അറിയാൻ കഴിയണില്ല. എല്ലാ അവതാരവും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭാഗഭാഗമായിട്ടുണ്ട്. പക്ഷേ സ്ത്രീവേഷം കണ്ടിട്ടില്ല. എനിക്ക് ആ മോഹിനി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് അമൃത് മേടിക്കാൻ വേണ്ടി ഞാനൊരു കാപട്യം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് കാണാനുള്ളത് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എളുപ്പവഴി. കാരണം ഇവര് അസുഷു രമന്തേ ഇതി അസുര എന്നായതുകൊണ്ട് അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വേഷം മാറ്റി, അത്രയേ ഉള്ളൂ. പൊട്ട് മായ്ച്ചു, ഗോപിക്കുറി മായ്ച്ചു, പൊട്ടാക്കി.
പുത്തരിയും സാരിയാക്കി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അതൊന്ന് കാണണം എന്നായി. തലമുടി അഴിച്ചിട്ടിട്ടും ഉണ്ടാവുമല്ലോ. തലമുടി അഴിച്ചിട്ടു, അത് ശരിയാ. ആ ശരി. അപ്പോൾ വിഷയമോഹികൾക്ക് കാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ മറയും ചെയ്തു. ഭഗവാൻ പറഞ്ഞപ്പോൾ അകത്തേക്കാ പോയത്. പിന്നെ കുറച്ച് നേരം കാത്തിരുന്നു, കാണാനില്ല. അപ്പോൾ മഹാദേവൻ ഒരു വിഷമായി. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് നേരം നമ്മളിങ്ങനെ ഒരു വീടിൻ്റെ ഉമ്മർത്തിരിക്കുമ്പോൾ ഗൃഹനാഥൻ അകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല വെച്ചാൽ കുറച്ച് നേരം നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനപ്രയാസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യും. എന്ന കൂട്ടത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉദ്യാനമുണ്ട്, ഉപവനമുണ്ട്, വനമുണ്ട്. അപ്പോൾ ഉദ്യാനത്തിലേക്ക് കടന്നു. മുറ്റത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്യാനത്തിലേക്ക് കടന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ബഹുരസം. ധാരാളം പൂക്കൾ, പിന്നെ ചെറിയ ചെറിയ പഴങ്ങൾ, അങ്ങനെ പലതും ഉണ്ട്. ഏതായാലും അതൊക്കെ സ്വീകരിച്ചു. അതൊക്കെ അങ്ങനെ കണ്ടു നടക്കുക. ഏതായാലും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വൈകുണ്ഠത്തിൽ ഇതൊക്കെയുണ്ട് എന്ന രീതിയിൽ പലതും കാണാൻ സാധിച്ചു. അപ്പോഴാണ് പൂന്തോട്ടത്തിൽ ഈ 6 ഋതുക്കളിലേതായിട്ടുള്ള പൂക്കൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി പന്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ വസ്ത്രം കുറച്ച് കുറവാണ്. വേണ്ടത്ര വസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാ, കുറച്ചൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വസ്ത്രവും ആഭരണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ട്. കാരണം ഓട്ടവും ചാട്ടവും മറ്റേ പന്ത് പിടിക്കാനുള്ള ശ്രദ്ധയും അങ്ങനെയൊക്കെയാണല്ലോ. കുറച്ചൊരു അർത്ഥനഗ്ന അതിസുന്ദരിയായിട്ടുള്ള രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചലനങ്ങളെ ആകർഷിച്ചു. ശിവൻ പിന്നാലെ ചെന്നു. ഞാനും പന്ത് കളിക്കാൻ കൂടാം എന്ന നിലയ്ക്ക് ഏതായാലും പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോഴേക്കും പിന്നാലെ പാർവതിയും വന്നു. പാർവതിക്ക് പക്ഷേ അങ്ങോട്ട് കടക്കണം തോന്നിയില്ല. കാരണം ഇവിടെ ശിവനും ഈ പെൺകുട്ടിയും കൂടിയിട്ടുള്ള കളിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണ്ട വിചാരിച്ച് പുറമെ കാഴ്ചക്കാരായിട്ട് നിന്നേയുള്ളൂ, കൂടെ കൂടിയില്ല. അപ്പോഴേക്കും പന്ത് കുറച്ച് ദൂരേക്ക് പോയി. അപ്പോൾ പിന്നാലെ ഓടി. പന്തിൻ്റെ പിന്നാലെ ഈ പെൺകുട്ടി ഓടുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ മഹാദേവനും ഓടുന്നുണ്ട്. എങ്ങനെയായാലും ഓടി കുറേ കഴിഞ്ഞപ്പോൾ ശിവൻ പന്തിനെ മറന്നു. പിന്നാലെ ഓടുന്ന പെൺകുട്ടിയെ മാത്രമായി ആ മനസ്സിൽ എതിര് പറയണു. ഓടി ആ പെൺകുട്ടിയെ പിടിക്കണം എന്ന് വരെ തോന്നി. പിടിക്കുകയും ചെയ്തു. ലജ്ജ വിട്ടു, പിടിച്ചു. ആ സമയത്ത് ഈ പിടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വല്ലാതെ ഇങ്ങോട്ട് ആഗ്രഹം തോന്നാനുള്ള കാരണം കാറ്റ് ഒന്നും ഇങ്ങോട്ട് വീശി. അപ്പോൾ കുറച്ചും കൂടി അധികം ആ പൂമേനി കണ്ടു. അതോട് കൂടിയിട്ട് നിയന്ത്രിക്കാൻ പറ്റിയില്ല. കടന്നു പിടിച്ചപ്പോൾ ഈ മരത്തിൻ്റെ പിന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ പാർവതി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ പാർവതി അല്ല, ലോകം മുഴുവനെ കണ്ടു. അതാ രസം. മരത്തിൻ്റെ പിന്നിലേക്ക് പോയത് അവിടെയാണ് ആൻറ്റിന വെച്ചേർന്നത്. എല്ലാ ലോകങ്ങൾക്കും കാണാൻ നോക്കാനുള്ള ആൻറ്റിന ഭഗവാൻ അവിടെ വെച്ചിട്ടുണ്ട്. അവിടേക്ക് മഹാദേവനെ കൂട്ടിക്കൊണ്ടിട്ടുണ്ടായത്. ഏതായാലും മഹാദേവൻ ആ കുമാരിയെ കടന്നു പിടിച്ചു, ആലിംഗനം ചെയ്തു. ശങ്കരനാരായണ മൂർത്തിയായിട്ട് അങ്ങോട്ട് മാറി. മഹാദേവൻ അപ്പം മനസ്സിലായില്ല കേട്ടോ. ഏതായാലും എല്ലാവരും കണ്ടു ഈ രംഗം, ശങ്കരനാരായണനെ. അപ്പോൾ അന്യപുരുഷനെയാണ് ഈ കടന്നു പിടിക്കണതേ, അത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുമാരി അവിടെ നിന്ന് വേഗം കൊതറി ഊളിയിട്ടു. എന്നുവെച്ചാൽ താഴത്തേക്കാണ്ട് ഊർന്നു പോയി എന്നിട്ട് ഓടി. ആ ഓട്ടത്തിൻ്റെ പിന്നാലെ ശിവനും ഓടി. അപ്പോൾ ആ സമയത്ത് കാമദേവൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നെ ഒരിക്കൽ മഹാദേവൻ ഭസ്മാക്കിയതാണ്, എന്നാൽ അപ്പോൾ പിടിച്ചല വിചാരിച്ച് തൻ്റെ 5 പൂക്കളുള്ളതായിട്ടുള്ള അമ്പിനെ അങ്ങോട്ട് കൊടുത്തു. അത് തൊടുത്തതോട് കൂടിയിട്ട് കൊണ്ടു. പിന്നെ പിടിച്ചപ്പോൾ നിർത്താൻ പറ്റിയില്ല, പിന്നാലെ ഓടി. അങ്ങനെ ഓടി നദി, പർവ്വതം, മറ്റേ ഗുഹ, ഭൂപ്രദേശം എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ മാത്രമല്ല, ഭൂമിയല്ല, അവിടുന്ന് അങ്ങോട്ട് ഊർധ്വലോകത്തിലേക്കും അധോലോകത്തിലേക്കും 14 ലോകങ്ങളും ഈ മോഹിനി രൂപം ഓടി. പിന്നാലെ ശിവനും ഓടി. ഓട്ടം. അതിഗംഭീരമായിട്ടുള്ള പലായനം, അതിഗംഭീരമായിട്ടുള്ള പിന്തുടർച്ച, ഇത് രണ്ടും അവിടെ കാണാനുണ്ട്. അപ്പോൾ മറയാൻ പറ്റിയില്ല എന്നർത്ഥം. മോഹിനിക്ക് പറയാൻ പറ്റില്ല ശിവന്റെ കണ്ണെന്ന്. ഏത് ലോകത്ത് പോയിട്ടും കാര്യമുണ്ടായില്ല, ഒപ്പമുണ്ടായി. ഇതെല്ലാവരും കാണുകയും ചെയ്തു. കണ്ട് മഹാദേവന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല, സ്ഖലിച്ചു. അത് വീണ പ്രദേശങ്ങളിലൊക്കെ സ്വർണ്ണരത്ന ഖനികൾ എല്ലാ ദിക്കിലും ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ ധാതുക്കളായിട്ട് മാറിയ ഈ രത്നായാലും സ്വർണ്ണായാലും മറ്റ് വില കൂടിയതായിട്ടുള്ള ഏതായാലും ശരി, ആ ധാതുക്കളൊക്കെ
എല്ലാ ദിക്കിലും എത്തുകയും ചെയ്തു. അപ്പോൾ സ്ഖലനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വബോധത്തിലെത്തി മഹാദേവൻ. അയ്യോ, ഞാൻ വലിയൊരു തെറ്റാണല്ലോ ചെയ്തത്. പാർവതിയൊക്കെ കൂടെ ഉണ്ടല്ലോ, മക്കൾ കൂടെ ഉണ്ടല്ലോ, പിന്നാക്കം തിരിഞ്ഞ് നോക്കി ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഭഗവാൻ ആരും കണ്ടില്ല, ഭഗവാൻ ആരെയും കണ്ടില്ല. ഇവരെ രണ്ടുപേരെയും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ രസം. ആ കണ്ണ് വേറെയാണ്. അപ്പോൾ മഹാദേവനെ താൽക്കാലികമായിട്ട് മായ ബാധിച്ചുള്ള സമയമാണ്. അതുകൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞ. അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരമേ ഉള്ളൂ, വളരെ കുറച്ച് നേരം. പക്ഷേ എങ്കിലും അത് എല്ലാവരും ആസ്വദിച്ചു, ലോകര് മുഴുവൻ കണ്ടു. അപ്പോൾ ഈ ഭഗവാൻ ആ മായ ബാധിച്ചു എന്ന് മനസ്സിലായതോടു കൂടിയിട്ട് ഭഗവാനെ ധ്യാനം ചെയ്തു. മായയിൽ നിന്ന് സ്വയമേവ പുറത്തേക്ക് കടന്നു. അപ്പോൾ ഈ മോഹിനി രൂപം വിട്ടിട്ട് ഭഗവാൻ വിഷ്ണു സ്വരൂപത്തിൽ നിന്നു ആ ഭഗവാനെ കണ്ടു. അപ്പം ദുഃഖം ഉണ്ടായില്ല, ലജ്ജ ഉണ്ടായില്ല. വിഷ്ണുവും ശിവനും എന്ന നിലയ്ക്കുള്ള ഏറ്റവും മാക്സിമം ആയിട്ടുള്ള അടുപ്പം കാണിച്ചു. മഹാദേവനോട് പറഞ്ഞു, ദേവദേവനായിട്ടുള്ള ദേവന്മാരുടെ ശ്രേഷ്ഠ, അങ്ങ് എൻ്റെ ഈ സ്ത്രീവേഷം കണ്ടിട്ട് കുറച്ച് മയങ്ങി എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ എന്നാ ചോദ്യം. മയങ്ങിയിട്ടില്ല, ഭഗവാൻ മയക്കിയതാണ്. അപ്പം അത് താൽക്കാലികമായിട്ടുള്ളൊരു അത് മാത്രമാണ്. അതുകൊണ്ട് അത് എന്തില്ല, ബാധിച്ചിട്ടില്ല, ബാധിക്കൂല, മഹാദേവനെ ബാധിക്കില്ല. അതങ്ങനെയാണ് അതിൻ്റെ വരം, അങ്ങനെ കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങ് പരിഭ്രമിക്കേണ്ട കേട്ടോ. കാരണം അങ്ങയുടെ മനസ്സ് ശുദ്ധാന്തക്കരണം ആണ്. മനോബുദ്ധി അഹങ്കാരം ചിത്തം അത് ശുദ്ധ അന്ധകരണമായതുകൊണ്ട് അങ്ങക്ക് എന്നെ കാണാൻ സാധിച്ചു. ഞാൻ അങ്ങക്ക് എന്നെ പിടിക്കാനുള്ള അനുവാദം തന്നു. അങ്ങ് മായ ബാധിച്ചു എന്ന് അങ്ങക്ക് തോന്നിയെങ്കിലും അങ്ങേ മായ ബാധിച്ചിട്ടില്ല, ഇങ്ങോട്ട് മായ ബാധിക്കൂല. അങ്ങ് എപ്പോഴും മായ അതീതനായിക്കൊണ്ട് എൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നെ പോലും അങ്ങ് ജയിച്ചിരിക്കുന്നു എന്നെല്ലാം അനുഗ്രഹിച്ചു. അപ്പം അതെല്ലാം കേട്ടു. ശിവൻ്റെ, പാർവതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്, മറ്റ് ഋഷികളുണ്ട്, ദേവീദേവന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഒക്കെ കണ്ടു. കണ്ടതിന് ശേഷം ഭഗവാനെ നല്ലോണം നമസ്കരിച്ചു. മഹാദേവൻ യാത്രയായി. ലവലേശം കുറ്റബോധോ ജാള്യതയോ ലജ്ജയോ ദുഃഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാവമാറ്റം ലവലേശം ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തിരിച്ച് കൈലാസത്തിലേക്ക് എത്തി. കൈലാസത്തിലേക്ക് പോണ വഴിക്ക് മഹാദേവൻ പാർവതിയോട് പറഞ്ഞു, കണ്ടു ഇപ്പോൾ ഇതാണ് മഹാവിഷ്ണുവിൻ്റെ മേന്മ. എത്ര ശ്രേഷ്ഠതയുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഭഗവാന്റെ മായയിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നെ മായ ബാധിച്ചത് കണ്ടില്ലേ? ഞാൻ ഒരിക്കലും 1000 കൊല്ലം ഇങ്ങനെ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരുന്നായിരുന്നു. അതിൽ ഈ മോഹിനി രൂപം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മോഹിനി രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മായയിൽ പെട്ടത് കണ്ടു. പാർവതി യോഗസമാധി ആയിരുന്നിട്ട് അത്രയും കാലം പാർവതി വിഷമിച്ചു. പിന്നെ ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചില്ലേ പാർവതി ആരെയാ തപസ് ചെയ്തായിരുന്നെന്ന്? ആ ഭഗവാനാണ് ഈ ഭഗവാൻ, ഈ മായാനാഥൻ. കാലസ്വരൂപനായിട്ടുള്ള, ജ്ഞാനസ്വരൂപനായിട്ടുള്ള, മായാതീതനായിട്ടുള്ള, ത്രിഗുണാതീതനായിട്ടുള്ള, പ്രകൃതി അതീതനായിട്ടുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന, സൃഷ്ടിയാദികൾ ചെയ്യുന്ന ഈ ഭഗവാനെയാണ് ഞാൻ ധ്യാനിച്ചേർന്നത്. ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനെയാണ്. അരൂപിയാണ്, ജന്മമില്ല, കർമ്മമില്ല. പലതും ബ്രഹ്മാവസ്ഥയിൽ ധാരാളം ഉണ്ടല്ലോ. നിത്യനാണ്, സത്യനാണ്, ഏകനാണ്, ശുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഉണ്ടേ. അതൊക്കെ പറഞ്ഞു. ഇങ്ങനെ പാർവതിയെയും സമാധാനിപ്പിച്ചു മഹാദേവൻ. ശ്രീശുഖം പറയാണ്, പരീക്ഷത്തെ ഈ കൂർമാവതാര കഥ, മോഹിനി അവതാര കഥ, വിഷപാന കഥ ആരാണോ കേൾക്കുന്നത്, പാലാഴിയെ മഥനം ചെയ്തുകൊണ്ട് അമൃത കിട്ടിയത് ധന്വന്തരിയായിട്ട് വന്ന് വിഷ്ണു ലക്ഷ്മിയെ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ ലക്ഷ്മി വിഷ്ണുവിനെ വിവാഹം കഴിച്ചത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ ആ പാലാഴി കടന്ന സമയത്ത് കിട്ടി. കാമധേനു ഉൾപ്പെടെ കുതിരയായാലും ആനയായാലും ഒക്കെ വന്നു. അതിന് കിട്ടാത്ത ഒന്നുമില്ല. വിഷവും കിട്ടി, അമൃതം കിട്ടി എന്നർത്ഥം. വിഷം അമൃതും മദ്യവും, അമൃതും വിഷവും മദ്യവും വിഷവും ഒന്ന് തന്നെയാട്ടോ. എന്നാലും ശരി, എന്തായാലും രണ്ടാണല്ലോ. നമുക്ക് കഥയിൽ കൂടി രണ്ടാണ്. അപ്പോൾ അതിന് കൂടുതലൊന്നും പറയാനില്ല. എങ്ങനെയായാലും ഈ കഥ ആരാണോ സ്മരിക്കുന്നത് അവർക്ക് പ്രാപഞ്ചിക സുഖങ്ങളെ മുഴുവൻ കിട്ടും. അതേപോലെ ആയുസ്, സമ്പത്ത്, സൗന്ദര്യം, പരമ്പര, അങ്ങനെയല്ലേ, വിദ്യ എല്ലാം ലഭിക്കും. മാത്രമല്ല മുക്തിയും കിട്ടും. അങ്ങനെയുള്ള ശിവമോഹനം കൂടി സ്മരിക്കണം. ഇതിൻ്റെ ഒപ്പം
ആ ശിവപാർവതി മറ്റേ മോഹിനി ശിവനിലാണ് അയ്യപ്പനുണ്ടായത്. ദേവന്മാരുടെ ശാസിതാവായിട്ട് ശാസ്താവ് എന്ന പേരിൽ ദേവത്വം സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലും അല്ലെങ്കിൽ ആ ഊർധ്വലോകത്തിലും അയ്യപ്പൻ സ്വതം എല്ലാറ്റിലും ഉണ്ടെന്നാണ് പറയാം. അത് കഴിഞ്ഞ് അയ്യപ്പനായിട്ട് ഭൂമിയിൽ 5ന്റെ അപ്പനായിട്ട് അയ്യപ്പനായിട്ട് വന്നു എന്നാ. അതായത് പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, പൃഥ്വി തേജോ വായു ആകാശം, അതിൻ്റെ തന്മാത്രകൾ, പഞ്ച ഇന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ഇങ്ങനെ 5കളുടെ കുറേ ഉണ്ട്. ആ 5ന്റെ മുഴുവൻ അപ്പനായിട്ട് മലയാളീകരിച്ചിട്ടാണ് ശാസ്താവായിട്ട് അയ്യപ്പനായിട്ട് ഇവിടേക്ക് വന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെയും നമസ്കരിച്ചുകൊണ്ട് ഈ കഥ ആരാണോ ശ്രവിക്കുന്നത് അവർക്ക് എന്ത് കിട്ടും? മുക്തിയും കിട്ടും, ഇഹസുഖങ്ങളും കിട്ടും. അഭ്യുദയം നിശ്രേയസം എന്നാണ് പറയുക. അതിനുശേഷം 13ാമത്തെ അധ്യായം മുതൽ മന്വന്തരമാണ് പറയണത്. മന്വന്തരം നമ്മൾ വിസ്തരിച്ച് തുടക്കത്തിൽ പറഞ്ഞു 14 മന്വന്തരം. അതിൽ ഈ 7ാമത്തെ മന്വന്തരം സൂര്യൻ വിവസ്വാൻ എന്ന പേരിലാണ്. 12 സൂര്യന്മാരുണ്ട്. വിവസ്വാൻ അര്യമാ പൂഷ ത്വഷ്ട സവിത ഭഗ ധാത വിധാത വരുണോ മിത്ര ശക്ര ഉരുക്രമ. അപ്പോൾ ഈ 12 ആയത്തന്മാരിൽ വിവസ്വാൻ എന്നുള്ള സൂര്യനാണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 7ാമത്തെ മന്വന്തരം. ഈ വിവസ്വാന് ആദ്യത്തെ മകൻ, അത് ഈ ശ്രദ്ധയിൽ ശ്രാദ്ധദേവൻ, സത്യവ്രതൻ എന്നൊക്കെ ഈ മനുവിന് പൂർവ്വജന്മങ്ങളുടെ പേര്. അതിൽ ശ്രദ്ധയ്ക്കുണ്ടായുള്ള മക്കളാണ്, ആദ്യത്തെ കുട്ടിയാണ് ഈ ഇള എന്ന സുദ്യുമ്നൻ. ആ കഥ നമ്മൾ പറയും, ഇതിന് മുന്നേയും പറഞ്ഞിട്ട് ഇനിയും പറയും, 9ാമത്തെ സ്കന്ധത്തിൽ പറയും. അതേപോലെ അതിൽ പിന്നീട് 10 മക്കളുണ്ടായി എന്നാണ് മനുവിന്. ഇക്ഷ്വാകു, നഭകൻ, ദൃഷ്ടൻ, ശര്യാദി, നരിഷ്യന്തൻ, നാഭാഗൻ, ദിഷ്ടൻ, കരൂഷൻ, പൃഷധ്രൻ, വസുമാൻ, ഇങ്ങനെ 10 മക്കൾ. അതിൽ നഭകൻ, ശര്യാദി, ദിഷ്ടൻ, കരൂഷൻ, പൃഷധ്രൻ ഇവരൊക്കെ മനുക്കളായിട്ട് മാറിയിട്ടുമുണ്ട്. അതേപോലെ ഈ ഇന്നത്തെ അഷ്ടവസുക്കൾ ദ്രോണൻ, പ്രാണൻ, ധ്രുവൻ, അർക്കൻ, അഗ്നി, ദോഷൻ, വസു, വിഭാവസു, ഇങ്ങനെ അഷ്ടവസുക്കൾ, അഷ്ടദിക് പാലകന്മാർ, അവർ നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കണം, പാലിച്ചു കൊണ്ടേയിരിക്കണം. പിന്നെ 11 രുദ്രന്മാർ മന്യു, മനു, മഹിനസൻ, മഹാൻ, ശിവൻ, ഋതധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ, ഇങ്ങനെ 11 രുദ്രന്മാർ. അതേപോലെ വിശ്വദേവകൾ വസു, സത്യ, ക്രതു, ദക്ഷ, കാലകാമ, ധൃതി, കുരു, പുരൂരവ, മാദ്രവ, ഇങ്ങനെ വിശ്വദേവകൾ. മരുത്തുക്കൾ 49 പേര്, അഗ്നികൾ 49 പേര്, അശ്വിനി ദേവകൾ ദസ്രൻ, നാസത്യൻ, ദസ്രൻ, നാസത്യൻ, 2 അശ്വിനി കുമാരന്മാർ ദേവവൈദ്യന്മാരായിട്ട്. പിന്നെ ഋഭുക്കൾ, അതേപോലെ ഇന്ദ്രൻ, പുരന്ദ്രൻ എന്നാണ് ഇന്ദ്രൻ്റെ പേര്. ഈ ഇപ്പോഴത്തെ ഇന്ദ്രൻ്റെ പേര് പുരന്ദ്രൻ എന്നാണ്. പിന്നെ ഋഷികൾ, സപ്തഋഷികൾ കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ. 7ാം മന്വന്തരത്തിലെ സപ്തഋഷികൾ കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ. അംശാവതാരം വാമനമൂർത്തിയായിട്ട് ത്രിവിക്രമൻ, അതിഥി കശ്യപ പുത്രനായിട്ട് ഭഗവാൻ അവതാരം ചെയ്തു എന്നാണ്. അതാണ് വാമനാവതാര ചരിത കഥ. നമ്മൾ തിരുവോണത്തിൻ്റെ ഏർപ്പാടുകൾ ചെയ്യുന്നത് ഈ കഥയെ ആസ്പദമാക്കിയിട്ടാണ്. അതേപോലെ ഭാവി മന്വന്തരങ്ങളും ആ സമയത്ത് പറഞ്ഞു. 14 മന്വന്തരം സാവർണി തൊട്ടുള്ള മന്വന്തരത്തെ പറഞ്ഞു. ഓരോ മന്വന്തരത്തിലും ഈ 6 ഗണങ്ങളാണ് ഭരിക്കണമെന്ന് പറഞ്ഞല്ലോ. മനുവിൻ്റെ പുത്രന്മാരും ഇന്ദ്രനും ദേവന്മാരും സപ്തർഷികളും അംശാവതാരം. അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് അപ്പോൾ നമ്മൾ ഈ മന്വന്തരത്തിൽ 7ാമത്തെ മന്വന്തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അവർക്ക് ജോലികളുണ്ട്. ഭഗവാൻ പറയുന്നതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും ചെയ്യിക്കുക എന്നതാണ് മനുവിൻ്റെ പ്രപഞ്ച നിലനിൽപ്പിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ. യാഗാദികൾ, യോഗാദികൾ, ഭഗവാനെ ഭജിപ്പിക്കൽ, കുടുംബനാഥത്വം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നിലനിൽപ്പിന് വേണ്ടിയിട്ട് പരമ്പര ഉണ്ടാക്കൽ എല്ലാം വേണം. കൃഷി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം എന്നർത്ഥം. സപ്തർഷികൾ ഇങ്ങനെയുള്ള മന്വന്തരത്തിൽ 72 ചതുർയുഗം വരും. അത് മുഴുവൻ അതാത് യുഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രളയം വരും. പ്രളയം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടാൽ വീണ്ടെടുത്ത് കൊടുക്കുക അത് ഈ സപ്തർഷികളുടെ ഡ്യൂട്ടിയാണ്.
വേദം പോലും നശിക്കും. അപ്പോൾ വേദത്തെ വീണ്ടെടുത്ത് കൊടുക്കണം. അതൊക്കെ സപ്തർഷികളുടെ ഡ്യൂട്ടിയാണ്. ഓരോ കലിയുഗം കഴിയുമ്പോഴും പ്രളയമുണ്ട്. ആ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അറിവിനെ വീണ്ടെടുത്ത് കൊടുക്കണം. അപ്പോൾ ഇത് മനുവിനെ ഉപദേശിക്കണം, ഇന്ദ്രനെ ഉപദേശിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. തപസ്, ശുദ്ധി, ദയ, സത്യം, ഈ 4ഉം മനുവിനെ കൊണ്ട് പുനഃസ്ഥാപിപ്പിക്കണം. അതൊക്കെ സപ്തർഷികളുടെ ഡ്യൂട്ടിയാണ്. മനുപുത്രന്മാര്, അച്ഛനും സപ്തർഷികളും പറയുന്നത് ചെയ്യുക, ചെയ്യിക്കുക എന്നതാണ് മനുവിൻ്റെ പുത്രന്മാരുടെ പണി. ഇക്ഷ്വാകു തൊട്ടുള്ളവർ രാജാക്കന്മാരായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ആ രാജാക്കന്മാരുടെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ ചെയ്യുക, ചെയ്യിക്കുക എന്നത്. അതിൽ ദേവന്മാർ കുടിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അഷ്ടദിക്പാലകന്മാരൊക്കെ ദേവന്മാർ. ഈ രാജാവിൻ്റെ ശരീരത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യിക്കുക, പൗരന്മാരെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ ഇന്ദ്രൻ എന്നുള്ളത് ഭഗവാൻ തരുന്നതായിട്ടുള്ള ഈ സമ്പത്ത് സ്വയമേവ അനുഭവിച്ച് എല്ലാവർക്കും എത്തിക്കുക എന്നതാണ്. ഇന്ദ്രൻ ഈ ശരീരത്തിൻ്റെ ഓരോരോ അംഗങ്ങളിലും ദേവകളെ വിന്യസിച്ചുകൊണ്ട് ഇത് അനുഭവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് സുഖദുഃഖാദികളെ അനുഭവിക്കുന്നു. അത് അനുഭവിപ്പിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ ഈ ഭഗവാൻ തന്ന സമ്പത്ത് ഈ പ്രജകളെ കൊണ്ട്, ശരീരികളെ കൊണ്ട് അനുഭവിപ്പിക്കുക എന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡീഷണൽ ആണ് ഈ മഴ പെയ്യിക്കൽ. പർജന്യദേവൻ ഇന്ദ്രനാണ്. അങ്ങനെ മഴ ഉണ്ടാക്കുക, കാലാവസ്ഥയൊക്കെ ശരിയാക്കി തരിക, വിഭവങ്ങൾ, വിളവുകളൊക്കെ കിട്ടുക. അതിപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്നും കിട്ടുന്നത് പലതുണ്ട്. സ്വർണ്ണം തൊട്ടുള്ളതൊക്കെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ടതാണ്. അതുപോലെ മറ്റു പലതുമുണ്ട്. അതൊക്കെ തരേണ്ടത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്, അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടേണ്ടത്, അതേപോലെ ഭഗവാന്മാരാൽ തരേണ്ടത്. ദിവ്യം, ഭൗമം, അന്തരീക്ഷം എന്ന 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സമ്പാദ്യങ്ങളുണ്ട്, നിധികൾ. അത് മുഴുവൻ ഭഗവാനാൽ തരപ്പെടണം. അത് മുഴുവൻ ഇന്ദ്രനും അഷ്ടദിക്പാലകന്മാരാണ് നമുക്ക് തരിക. അതാണ് അവരുടെ ഡ്യൂട്ടി. ദേവന്മാർ ഈ ഇന്ദ്രൻ എന്താണോ പറയണത് അത് ഇന്ദ്രനെ സഹായിക്കുക എന്ന നിലയ്ക്ക് കൂടെ നിന്ന് ചെയ്യാം. അതാണ് വേണ്ടത്. പിന്നെ അവതാരം എന്നുള്ളത് ഇതേപോലെ ആരാണോ ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള അസുരന്മാരോ ഒക്കെ വന്നിട്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമല്ലോ, അപ്പോൾ അവരെ ശിക്ഷിക്കാനും ഈ സാത്വികത നിലനിർത്താനും വേണ്ടിയിട്ട് രാജാവിനോ പ്രജകളെയോ ഭക്തന്മാരെയോ ബ്രാഹ്മണരെയോ പശുക്കളെയോ ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അംശാവതാരമായിട്ട് വരും. ഋഷിയായിട്ട് ജ്ഞാനം, രാജാവായിട്ട് രക്ഷ, അതേപോലെ ശിക്ഷ, പ്രജാപതിമാരായിട്ട് പ്രജാസൃഷ്ടി, സർവരക്ഷ ഭഗവാനാണ് ചെയ്യുക എന്ന് സാരം. ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ ചെയ്യുന്നില്ല, അതിനെന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ അതിനെല്ലാം സഹായിക്കുക. അത് ജ്ഞാനം കൊടുത്തിട്ട് വെച്ചാൽ അങ്ങനെ, അല്ല ശത്രുക്കളെ ഹനിക്കുകയാണ് വേണ്ട വെച്ചാൽ അത്. അങ്ങനെ ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങൾ പലതാണ്. അത് മുഴുവൻ ഭഗവാൻ ചെയ്യും. അതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. അപ്പം അത് 6 ഗണത്തിലും ഓരോരുത്തരുടെയും ഡ്യൂട്ടികളാണ് 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി 15-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം കൂടിയിട്ട് 9 അധ്യായം വാമനാവതാര ചരിതം. ത്രിവിക്രമ ബ്രഹ്മാണ്ഡം എന്നാണ് ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ പേര്. ഗർഗഭാഗവതത്തിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഗോലോകത്തിലെ ഒരു സന്ദർശന സമയത്ത് വിഷ്ണുവിനാൽ പറയപ്പെട്ടതാണ്. അത് ഗോലോക നിവാസികളായിട്ടുള്ള പാർഷദന്മാരെല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള രംഗം. ത്രിവിക്രമ ബ്രഹ്മാണ്ഡം. ഇപ്പം നമ്മൾ താമസിക്കുന്ന ബ്രഹ്മാണ്ഡം ഏതാണ്? ത്രിവിക്രമ ബ്രഹ്മാണ്ഡം. ഏത് മന്വന്തരത്തിലാണ്? 7-ാമത്തെ മന്വന്തരം. ആ മന്വന്തരത്തിലെ മനു വിവസ്വാൻ എന്ന മനു, ഇന്ദ്രൻ പുരന്തരൻ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കണം. ഇപ്പം നമ്മൾ സപ്തർഷികളൊക്കെ നേരത്തെ പറഞ്ഞു. സപ്തർഷികളെയും കൂടി നല്ലോണം ഓർക്കണം. എന്താ കാരണം? അത് എപ്പോഴും ആവശ്യമുള്ളതാണ്. കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ, വാമനൻ, അംശാവതാരം. അപ്പം ഇങ്ങനെ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിട്ടുള്ള ദേവന്മാരെ നമുക്ക് ആശ്രയിക്കാം. അവർ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.